ടൈപ്പിനും യൂസ് ചെയ്യാം. ഇത് ധാരാളം ഉഴുന്നും പൊട്ടറ്റോ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാൻ സഹായിക്കും. നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ധുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു സ്കിൻ വൈറ്റനിങ്, ബെസ്റ്റ് സ്കിൻ വൈറ്റനിങ് സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനാണ് ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിട്ട് 4 സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 സ്പൂൺ ഉഴുന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതിന് നമുക്ക് ഇനി 2 മണിക്കൂർ കുതിർത്ത് എടുക്കണം. ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം തന്നെ, ഞാൻ കുറച്ച് വെള്ളത്തിൽ തന്നെയാണ് വെച്ചത്. എങ്കിലും നമുക്ക് ഈ വെള്ളത്തിനെ ഒന്ന് അരിച്ചെടുക്കാം. ഈ അടുപ്പിലിട്ട് ഒന്ന് ഈ വെള്ളത്തിനെ അരിച്ചെല്ലാം മാറ്റാം. മൊത്തം വെള്ളവും നന്നായിട്ട് അതിൻ്റെ ആ വെള്ളം മൊത്തത്തിൽ മാറ്റിയെടുക്കുക. അരിച്ച് മൊത്തം വെള്ളവും വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമുക്കൊരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ഇളക്കി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതിനെ അരയാൻ വേണ്ടി ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി ഒന്നും ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് മാത്രം, ഒരല്പം മാത്രം ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരിപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇനി നമുക്ക് ഈ ഉഴുന്നെല്ലാം നമ്മൾ വെള്ളമെല്ലാം തോരാൻ വെച്ചിരുന്നല്ലോ. അപ്പോൾ വെള്ളമെല്ലാം പോയി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് ഒഴിക്കാൻ പോകുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ച്, നല്ല ലൂസാകാൻ പാടില്ല, കുറച്ച് തിക്കായിട്ട്, കുറച്ച് തിക്ക് വല്ല ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ടോട്ടൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളവും ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഈ കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. അപ്പോൾ ഞാനൊരു ഗോട്ട് മിൽക്ക് ബേസും എടുത്തിട്ടുണ്ട്, ഗ്ലിസറിൻ ബേസും എടുത്തിട്ടുണ്ട്. 2 ബേസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസ് എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഞാൻ ഗ്ലിസറിൻ ബേസ് ഒരു 50 ഗ്രാം ഇരിക്കും. അടുത്ത് ഇതൊരു 75 ഗ്രാം 80 ഗ്രാം ഒക്കെ ഇരിക്കും. ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ചെയ്തില്ല, ഒരു ഉദ്ദേശം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ചെറിയ പീസുകളായിട്ട് 2 പാത്രത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലിസറിൻ ബേസും ഗോട്ട് മിൽക്ക് ബേസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ സോപ്പ് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണയൊക്കെ തടവി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആയുധം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ സോപ്പ് മോൾഡ് എടുത്ത് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കുകയാണ്. ഡബിൾ ബോയിലർ മെത്തേഡിൽ ഇതിനെ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവട്ടെ. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം മെൽറ്റ് ആവട്ടെ. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതൽ ബേസ് ഇരിക്കുന്നത് ഗോട്ട് മിൽക്കാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 സ്പൂൺ ഞാൻ ഗോട്ട് മിൽക്ക് ബേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇതിന് ഞാൻ ഇനി ഒരു മുഖത്ത് ഫേസ് പാക്കായിട്ട് ഇടാൻ നല്ലതാണ്. കാരണം ഉരുളക്കിഴങ്ങും ഉഴുന്നുമായിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഞാനിത് വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം.
ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബേസിലുള്ളതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് തന്നെ വെച്ചിരിക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന സോപ്പാണിത്. ഇനി ഞാൻ അടുത്തായിട്ട് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റ് ഓയിലാണ്. ഇത് നിങ്ങൾക്ക് സാധാരണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാലും മതി. ഞാൻ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് ക്യാരറ്റ് ഓയിൽ എൻ്റെ ഫേവറേറ്റ് ആണ്, അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മുടെ ഗോട്ട് മിൽക്ക് ബേസിൽ 1.5 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നു. കൂടുതലുണ്ടല്ലോ. അടുത്ത് നമ്മുടെ മറ്റേ ഗ്ലിസറിൻ ബേസിലേക്ക് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെർഫ്യൂമാണ്. ഇത് ഞാൻ സാൻഡൽവുഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് മണത്തിനുള്ളതാണ്. അപ്പോൾ ഞാനിത് 2 തുള്ളി വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 2 തുള്ളി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ആദ്യം ഗോട്ട് മിൽക്ക് ബേസിൻ്റെ സോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഗ്ലിസറിൻ ബേസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറിയ സോപ്പായിട്ട് 2 കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് സെറ്റായി കിട്ടും. നിങ്ങൾക്ക് ഉടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഞാൻ പുറത്ത് തന്നെ 2 മണിക്കൂർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് സോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഞാനെല്ലാം ഒന്ന് അൺമോൾഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയാണ്. അതുപോലെ ഉഴുന്നിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, നല്ല ഒരു സോഫ്റ്റ് വഴവഴന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് വെച്ചിരിക്കാൻ സഹായിക്കും. പൊട്ടറ്റോ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ടാൻ എല്ലാം റിമൂവ് ചെയ്യാനും സഹായിക്കും. ഇത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം കുഞ്ഞുങ്ങളൊക്കെ പുറത്തൊക്കെ പോയി നല്ല ഇപ്പം വെയിലൊക്കെ കൊണ്ട് നല്ല ടാൻ ആയിരിക്കുമ്പോൾ ഇത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു റിസൾട്ട് തരും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് നല്ല മൈൽഡായിട്ട് അപ്ലൈ ചെയ്യുക. ഏത് സോപ്പ് യൂസ് ചെയ്താലും നല്ല മൈൽഡായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം കുഞ്ഞുങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് ഡ്രൈ ആക്കാൻ കാരണമാകും. അത് കാരണം ഏത് സോപ്പ് ഉപയോഗിച്ചാലും മൈൽഡായിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.